സോ ഇൻഫാക്ട് ഡി ജി സർ എപ്പോഴും പറയാറുണ്ട്, ഡി ജി സർ ബിക്കോസ് ഡി ജി സാറിന്റെ ബാക്ക്ഗ്രൗണ്ടും ഇന്റലിജൻസ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ഹൗ വി ക്യാൻ ആക്ച്വലി നമ്മൾ ഒരു 2 വർഷം, ചില കുട്ടികളൊക്കെ 4 വർഷം പോലീസിന്റെ ട്രെയിനിങ് കിട്ടിയ കുട്ടികൾ, അപ്പൊ ഇവരുടെ കോൺട്രിബ്യൂഷൻ എന്തായിരിക്കും, അപ്പൊ അതൊരു കോൺട്രിബ്യൂഷൻ നമുക്ക് ചെയ്യിപ്പിച്ചെടുക്കേണ്ടതല്ലേ എന്ന് അതൊരു ആലോചന ഉണ്ട്. അപ്പൊ ഇപ്പോഴും നിലവിൽ നടപ്പിലാക്കി വരുന്ന സ്കൂളുകളിൽ ശരിക്കും ഇവരുടെ ഒരു പ്രസൻസ് തന്നെ ഒരു ഇമ്പാക്റ്റ് ആണ്. റിപ്പീറ്റഡ്ലി പോലീസ് വിസിറ്റ് ചെയ്യുന്നതും കുട്ടികൾ യൂണിഫോം വെയർ ചെയ്ത് ആ സ്കൂളിനകത്ത് ഒരു നമ്മൾ പറഞ്ഞും പറയാതെയും ഒരു പോലീസിങ് നടക്കുന്നു എന്ന് പറയാം. ചില സ്കൂളുകളിലൊക്കെ അവർ തന്നെ ഒരു സെൻട്രി സിസ്റ്റം വരെ കുട്ടികൾ ചെയ്യാറുണ്ട്. അവരുടെ സ്വമേധ അവർ തന്നെ പ്രോജക്ട്സ് ആയിട്ട് ഏറ്റെടുത്ത് അത് ചെയ്യാറുണ്ട്. സോ തീർച്ചയായിട്ടും ഇവർ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഇപ്പോൾ കൂടാതെ നമ്മൾ ഇപ്പോഴും വിചാരിക്കുന്നത് എന്താ പറഞ്ഞാൽ, ഈ അടുത്താണ് നമ്മൾ ഈ അലുമിനെ നന്നായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. എല്ലാ സ്റ്റേഷൻ ലെവലിലും എത്ര അവരുടെ സ്റ്റേഷൻ പരിധിയിൽ എത്ര അലുമിനായി കുട്ടികളുണ്ട്, SPC അലുമിനി പാസ് ഔട്ട് ആയ കുട്ടികൾ, അവരെ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്ത് ഇന്ററാക്ട് ചെയ്ത് അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുമ്പോൾ, പോലീസുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ ഇന്റലിജൻസ് കിട്ടും സ്കൂളിനെ സംബന്ധിച്ചോളം. ഇപ്പോൾ ഈ SPCയുടെ റീച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഒരു 1000 സ്കൂൾസേ ഉള്ളൂ, 1048 സ്കൂൾസാണ്. ബട്ട് അല്ലാതെ നമുക്ക് ആയിരക്കണക്കിന് സ്കൂളുകളുണ്ട് കേരളത്തിൽ. അപ്പോൾ എല്ലാ സ്കൂളുകളിലും ഇതുപോലത്തെ ഒരു സംവിധാനം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് സമയമെടുക്കും. അപ്പോൾ അത് വരുന്നത് വരെയാണ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഇത് സ്കൂൾ പ്രിൻസിപ്പളാണ് അതിൻ്റെ ചെയർപേഴ്സൺ, കൺവീനർ SHO ആണ്, ജോയിന്റ് കൺവീനറായിട്ട് നമ്മൾ ഈ അടുത്ത് എക്സൈസ് ഓഫീസറിനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് തലത്തിൽ അതിൻ്റെ ഒരു GO ഇറക്കാൻ പോവുകയാണ് ഈ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്. സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ആക്ച്വലി പണ്ടേ തുടങ്ങിയ പ്രോജക്റ്റ് ആണ്. ബട്ട് എന്നാലും ഗവൺമെൻറ് തന്നെ ഒരു GO ആവുമ്പോൾ പ്രൈവറ്റ് സ്കൂളുകളിലും നമ്മൾ പറയുന്നത് ഈ അൺഎയ്ഡഡ് എല്ലാ കാറ്റഗറിയിലുള്ള CBSE, ICSE, IGCSE പറയുന്ന എല്ലാ സ്കൂളുകളിലും സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് വരണം എന്നാണ്. അപ്പോൾ ഇതിനകത്ത് PTA, മദർ PTA, സ്റ്റുഡൻറ് റെപ്രസെൻറ്റേറ്റീവ്സ്, സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവരും, അപ്പോൾ എല്ലാവരും ഞാൻ പറയുമ്പോൾ തൊട്ടടുത്ത് ഉള്ള ഒരു ഓട്ടോറിക്ഷ യൂണിയൻ ഉണ്ടെങ്കിൽ അവരുടെ പ്രതിനിധികൾ, ടാക്സിക്കാരുടെ പ്രതിനിധികൾ, തൊട്ടടുത്ത് ബേക്കറി, മുറുക്കാങ്കട ഇതൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ നല്ല വ്യക്തികളെല്ലാം ഒന്നിച്ചു കൂടി, റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടെങ്കിൽ അവരെല്ലാവരും ഒന്നിച്ചു കൂടി നിൽക്കുന്ന ഒരു സംവിധാനമാണ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്. അപ്പോൾ ഇത് പോലീസിന്റെ ചുമതല, സ്കൂളിന്റെ ചുമതല മാത്രമല്ല, ആ കമ്മ്യൂണിറ്റിയുടെ ചുമതലയാണ് ആ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും സുരക്ഷിതം ഉറപ്പാക്കണം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവർ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മീറ്റിംഗ് കൂടിയിട്ട് എവിടേക്കാണ് ഇഷ്യൂസ് ഉള്ളത്, ഇപ്പോൾ ഒരു ഇഷ്യൂക്ക് ചിലപ്പോൾ ഒരു CCTV ആയിരിക്കാം പരിഹാരം, ചിലപ്പോൾ കോമ്പൗണ്ട് വാൾ നല്ല രീതിയിൽ കട്ടി പൂർത്തീകരിക്കുന്നതായിരിക്കും പരിഹാരം. അപ്പോൾ ഇങ്ങനെ ചില ചെറിയ സജഷൻസ് ഒക്കെ നമുക്ക് ഈ മീറ്റിങ്ങിലൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്കൂളിന് ആ കമ്മ്യൂണിറ്റി ഒന്നിച്ചു കൂടി ഒരു സുരക്ഷിതമാക്കാനുള്ള ഒരു നടപടി എടുക്കേണ്ടത് എല്ലാ സ്കൂളുകളുടെയും ചുമതലയാണ്. അപ്പോൾ അതിൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പദ്ധതിയാണ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്. അത് തീർച്ചയായും ഇപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ എടുത്തു പറഞ്ഞാൽ എല്ലാ സ്കൂളുകളിലും ഉണ്ടെന്നാണ് ഇപ്പം നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. എല്ലാ SP-മാരും എല്ലാ സ്കൂളിലും തുടങ്ങി കഴിഞ്ഞു. ഈവൻ ട്യൂഷൻ സെന്റേഴ്സ് ആവുമ്പോൾ അതിന് ഒരു സ്കൂൾ പോലത്തെ ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. അതിൻ്റെ ഭൂരിപക്ഷം കുട്ടികളും ഈ ട്യൂഷൻ സെന്റേഴ്സ് വിസിറ്റ് ചെയ്ത് സ്കൂൾ കഴിഞ്ഞിട്ടാണ് വൈകിട്ടാണ് ഇവർ പോകുന്നത്. ആൻഡ് വൈകിട്ട് പോയിട്ട് തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ രാത്രിയാണ് ഇവർ പോകുന്നത്. ആ സമയത്താണ് ആക്ച്വലി ഇതുപോലത്തെ ഒരു എന്തെങ്കിലും ആന്റി സോഷ്യൽസ് ഇവരെ ബന്ധപ്പെടാനും അങ്ങനത്തെ ഒരു ബിഹേവിയറിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാനും വൾനറബിലിറ്റി കൂടുതലുള്ള സമയം ഈ നൈറ്റ് കാലങ്ങളിലാണ്. അപ്പോൾ ഈ ഈവൻ ട്യൂഷൻ സെന്റേഴ്സിലും സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് രൂപീകരിക്കണം, ഇതുപോലത്തെ ഒരു കൂട്ടായ്മ രൂപീകരിക്കണം. അവിടെയും അതിൻ്റെ പ്രിമൈസസുമായിട്ടും ബന്ധപ്പെട്ടുള്ള സെക്യൂരിറ്റി മെഷേഴ്സ്, സേഫ്റ്റി മെഷേഴ്സ് അത് തീർച്ചയായിട്ടും ഈ ട്യൂഷൻ സെന്റേഴ്സും ഇതിനകത്ത് പാർട്ട്ണർ ചെയ്യണമെന്നാണ് നമ്മൾ ഓൾറെഡി ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ റേഞ്ചിൽ തന്നെ 1000-ഓളം കൂടുതൽ എല്ലാ സ്കൂളുകളിലും നമ്മൾ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് രൂപീകരിച്ച് കഴിഞ്ഞു. അതുപോലെ തന്നെ കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും രൂപീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സർക്കുലർ പ്രകാരം.